ഹായ്, എല്ലാവർക്കും നമസ്കാരം. ക്യാമ്പസ് ഓഫ് ഫിനാൻഷ്യൽ ഫ്രീഡം വിത്ത് നിസാം എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത്, നമ്മൾ എല്ലാ വിഷയങ്ങൾക്കും പ്ലാനിങ് എന്ന് പറയുന്ന ഒരു സാധനം ഉൾപ്പെടുത്താറുണ്ടല്ലേ. പക്ഷേ ഇന്ന് പലപ്പോഴും കണ്ടുവരുന്നൊരു കാര്യം, നമ്മുടെ വീടുകളിലുള്ള നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മളൊരു അപൂർവമായിട്ട് മാത്രമേ നമ്മൾ ഫിനാൻഷ്യൽ പ്ലാനിങ്, സാമ്പത്തിക ആസൂത്രണം നടത്താറുള്ളൂ. അതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി സംസാരിക്കുന്നത്. ഓക്കെ, നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് ഒട്ടേറെ ചിലവുകളുണ്ട്. പക്ഷേ നമ്മൾ ആ ചിലവുകളെ മൂന്നായിട്ട് എപ്പോഴും തരംതിരിക്കണം. നിങ്ങൾക്കൊരു പോസ്റ്റർ കാണിച്ചു തരാം. നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ FIDD ഡിപ്പാർട്ട്മെൻറ്റ് പൊതുജനങ്ങൾക്കായി പുറത്തിറക്കുന്നൊരു പോസ്റ്ററുണ്ട്. ഞാനിപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചിരിക്കുന്ന ഈ പോസ്റ്റർ പറയുന്നൊരു കാര്യമുണ്ട്. ഈ പോസ്റ്റർ പ്രകാരം നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മുടെ ചിലവുകളെ നമ്മൾ മൂന്നായിട്ട് കാണണം: ആവശ്യം, അനാവശ്യം, അത്യാവശ്യം എന്നിങ്ങനെ. നിത്യജീവിതത്തിൽ നമ്മൾ സാമ്പത്തിക ആസൂത്രണം ചെയ്താൽ, കൃത്യമായ സാമ്പത്തിക ആസൂത്രണം, സുഭദ്രമായൊരു സുരക്ഷിതമായൊരു സാമ്പത്തിക ഭദ്രത നമുക്ക് കൈവരിക്കാൻ സാധിക്കും. അത് തന്നെയാണ് നാം ഉദ്ദേശിക്കുന്നത്. അതിന് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ പറയുന്ന ഞാനാണെങ്കിലും എൻ്റെ ഈ വോയിസ് കേൾക്കുന്ന, എൻ്റെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും ഇന്നു മുതൽ അല്ലെങ്കിൽ കഴിയുന്നതും വേഗത്തിൽ നിങ്ങൾ ചെയ്യേണ്ടതാണ്, എൻ്റെ വീട്ടിൽ എന്തൊക്കെ ചിലവുകളാണ് ഒരു മാസം എനിക്ക് വരുന്നത്, എന്നെ തേടിയെത്തുന്നത്. ഇപ്പോൾ വ്യക്തിപരമായി പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ഗൃഹനാഥനാണ് എങ്കിൽ അതനുസരിച്ചുള്ള ചിലവുകൾ വേറെ. ഇനി അതല്ല, ഒരു വ്യക്തിയാണെങ്കിൽ ചിലപ്പോൾ കല്യാണം ഫാമിലി ആയിട്ടല്ല, ഇൻഡിവിജ്വൽ ആണെങ്കിൽ അത് അങ്ങനെ അവരുടെ ചിലവുകൾ അങ്ങനെ. എന്നാലും അത്യാവശ്യം നമ്മുടെ വീടുകളിൽ വന്നെത്തേക്കാവുന്ന ചിലവുകളെന്ന് പറയുന്നത്, കറണ്ട് ബില്ലുണ്ടാവും, വാട്ടർ ബില്ല്, അങ്ങനെ തുടങ്ങുന്ന ബില്ലുകൾ, ഇന്നത്തെ അത്യാവശ്യ കാലഘട്ടത്തിൽ മൊബൈൽ ചാർജ്, സ്കൂൾ ഫീസ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ. ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ഓരോ മാസവും നമ്മൾ അവസാനിക്കാറാവുന്ന സമയം, ഇപ്പോൾ ഡിസംബർ മാസമാണ് ഈ വീഡിയോ ഇടുന്നത്, ഇന്ന് ഡിസംബർ മാസമാണ്. ഈ ഡിസംബർ മാസം അവസാനിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ അടുത്ത മാസത്തേക്കുള്ള ഫിനാൻഷ്യൽ ബഡ്ജറ്റ് പ്ലാനിങ് തയ്യാറാക്കണം. അടുത്ത മാസം എനിക്ക് എന്തൊക്കെ ചിലവുകൾ വരാം, ആ ചിലവുകൾ നമ്മളൊരു പേപ്പർ എടുത്ത് എഴുതണം. ആ ചിലവുകൾക്ക് വേണ്ടി നമുക്ക് എത്ര രൂപ മാറ്റി വെക്കണം എന്നുള്ളത് നമ്മൾ എഴുതണം. ഇപ്പോൾ വാട്ടർ ബില്ല് ഉദാഹരണം പറഞ്ഞാൽ, വാട്ടർ ബില്ല് വന്നിട്ട് 500 രൂപ, കറണ്ട് ബില്ല് വന്നിട്ട് 70. അപ്പം നമ്മളിത് കഴിഞ്ഞ മാസം 500 രൂപ ആയതുകൊണ്ട് തന്നെ 3 മാസത്തെ ബില്ല് നമ്മളെപ്പോഴും, ഓരോ ബില്ലുകൾ നമ്മൾ ദൈനംദിനം അടയ്ക്കുന്ന ബില്ലുകളെല്ലാം 3 മാസത്തെ ബില്ല് നമ്മൾ എടുത്ത് നോക്കണം. ആവറേജ് എമൗണ്ട് എത്രയാണെന്നുള്ളത് നമുക്കറിയാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കിയിട്ട് ഓരോ മാസവും നമ്മൾ ആസൂത്രണം ചെയ്യുമ്പോൾ, ഇപ്പം കറണ്ട് ബില്ല് ചില സമയങ്ങളിൽ ചിലർക്ക് ഡൊമസ്റ്റിക് നോൺ ഡൊമസ്റ്റിക് കാറ്റഗറിയാണ്, നമുക്കറിയാമല്ലോ. ചിലപ്പോൾ 2 മാസം കൂടുമ്പോഴായിരിക്കും ബില്ല് വരുന്നത്. ഈ 2 മാസം ബില്ല് വരുമ്പോൾ അതിനെ പകുതി 1 മാസത്തേക്ക് നമ്മൾ കൺസിഡർ ചെയ്യണം. എന്നിട്ട് ആ പൈസ നമ്മൾ മാറ്റി വെക്കണം. അങ്ങനെ നമുക്കുണ്ടായേക്കാവുന്ന മുഴുവൻ ചിലവുകളും നമ്മൾ എന്ത് ചെയ്യണം? ഒരു വൈറ്റ് പേപ്പറിൽ എഴുതി പ്ലാനിങ് ചെയ്യണം. ഈ മാസം എനിക്ക് ഇത്ര ചിലവുകളുണ്ട്, കൂടാതെ എത്രയാണ് നമ്മുടെ വരുമാനം എന്നുള്ളത് നമ്മൾ അറിയണ്ടേ. ഇപ്പോൾ എനിക്ക് ജോലിയുണ്ട്, എനിക്ക് വാടക വരുമാനമുണ്ട്, അങ്ങനെ പല രീതിയിലുള്ള വരുമാനങ്ങൾ നമുക്കുണ്ട്. ചിലപ്പോൾ കമ്മീഷൻ കിട്ടാം, അങ്ങനെയൊക്കെ നമുക്ക് വരുമാനങ്ങളില്ലേ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ വരുമാനം എത്രയാണെന്ന് കൂടെ നോക്കണം. ആ വരുമാനത്തിനകത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ചിലവുകൾ കണ്ടെത്താൻ, അല്ലെങ്കിൽ നമ്മുടെ എക്സ്പെൻസുകൾ നമ്മൾ മീറ്റ് ചെയ്യണം. പലർക്കും പറ്റിപ്പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു പ്ലാനിങ് ഇല്ലാത്തത് കൊണ്ട് തന്നെ വരവനുസരിച്ച് ചിലവാക്കാൻ കഴിയുന്നില്ല, ചിലവാക്കുന്നത് കൂടിപ്പോകുന്നു. ഇതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൃത്യമായ സാമ്പത്തിക ആസൂത്രണം നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരണം. അതാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ, അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ചിലവുകളെന്ന് പറഞ്ഞാൽ നമുക്കത് മാറ്റി വെക്കണം. പിന്നെ അപ്രതീക്ഷിതമായി ഉണ്ടായേക്കാവുന്ന ചിലവുകൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയ തുക മാറ്റി വെക്കണം എപ്പോഴും. ഇപ്പോൾ മെഡിസിൻ എന്ന് പറയുന്നത് പ്രതീക്ഷിതമായ ചിലവുകളിലും പെടും, അപ്രതീക്ഷിതമായ ചിലവുകൾ. അതെന്താ പ്രതീക്ഷിതമായ ചിലവുകളിൽ? നിങ്ങൾക്ക് ചിന്തിച്ചാൽ അറിയാം. സ്ഥിരമായി നമ്മൾ കഴിക്കുന്ന മരുന്നുകൾ, ഇപ്പോൾ കാർഡിയാക്കിൻ്റെ മെഡിസിൻ, ഡയബറ്റിക്കിൻ്റെ മെഡിസിൻ, അങ്ങനെ തുടങ്ങി ദൈനംദിനം എല്ലാ മാസവും കൃത്യമായി നമ്മളുടെ വീട്ടിലുള്ളവരോ അല്ലെങ്കിൽ നമ്മൾ ചിലവ് കൊടുക്കുന്നവരൊക്കെ കഴിക്കുന്ന മെഡിസിൻസ് അല്ലേ, അത് പ്രതീക്ഷിതമാണ്. എല്ലാ വർഷവും എല്ലാ മാസവും നമുക്ക് ആ എമൗണ്ട് കണ്ടെത്തി. അപ്രതീക്ഷിതമായ ചിലവുകൾ എന്താ? പെട്ടെന്നൊരു പനി വന്നു, പെട്ടെന്ന് വണ്ടി കേടായി,
ഇതൊക്കെ അപ്രതീക്ഷിതമാണ്. അപ്പോൾ ഇതൊക്കെ മീറ്റ് ചെയ്യാനൊരു നിക്ഷേപം നമ്മൾ മാറ്റി വെക്കണം, ഒരു ചെറിയ തുക മാറ്റി വെക്കണം. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ട എന്താണ്? ഓരോ മാസവും നമ്മുടെ വരവും ചെലവും തമ്മിലുള്ള ഒരു അനുപാതം എടുത്തിട്ട് വരവിനേക്കാൾ ചെലവ് ഒരിക്കലും കൂടാൻ പാടില്ല നമ്മുടെ നിത്യജീവിതത്തിൽ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എന്താണ് പ്രശ്നം? നമുക്ക് കടം വാങ്ങിക്കേണ്ട ഒരു സാഹചര്യം വരും. അപ്പോൾ ഇതനുസരിച്ച് നമ്മുടെ വരവ് ചെലവുകൾ നമ്മൾ ചിട്ടപ്പെടുത്തണം. ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് പല സംശയങ്ങളുണ്ട്. നിങ്ങൾക്ക് ഉണ്ടാകുന്ന സംശയങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? കമൻ്റായിട്ട് ചോദിക്കുക. അങ്ങനെ വരവ് ചെലവുകൾ കൃത്യമായി നമ്മൾ ആസൂത്രണം ചെയ്തിട്ട് എല്ലാ മാസവും നമ്മൾ ബഡ്ജറ്റിംഗ് ചെയ്യണം. ഈ കണക്കുകൾ നോക്കണം. ഇപ്പോൾ എല്ലാ മാസത്തിൻ്റെയും തുടക്കത്തിൽ നമ്മൾ എന്ത് ചെയ്യും? വരവ് ചെലവ് കണക്കുകൾ ആസൂത്രണം ചെയ്യും. ആ മാസം പൂർത്തിയാകുമ്പോൾ ശരിയായ കണക്കുകൾ എഴുതി വെച്ചിട്ട് ഇതും നമ്മൾ ചെയ്തു വെച്ച അപ്രോക്സിമേറ്റ് ഉണ്ടല്ലോ വരവ് ചെലവ് കണക്കുകളുടെ പ്ലാനിങ് ഓരോ മാസം, അതും നമുക്ക് ഉണ്ടായ ശരിയായ ചെലവുകൾ നമ്മളെടുത്ത് എഴുതി ബില്ലുകൾ വെച്ചുകൊണ്ട് നമ്മൾ എഴുതി. ഓക്കെ, അത് എഴുതിയ ശേഷം ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ നോക്കണം. നമുക്ക് ഈ എമൗണ്ടുകൾ ഈക്വലായിട്ട് വന്നിട്ടുണ്ടോ? എന്തെങ്കിലും നമുക്ക് മിച്ചം പിടിക്കാൻ പറ്റിയിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു സേവിങ്സ് നമുക്ക് കണ്ടെത്തിയിട്ടുണ്ടോ? ഇല്ല എന്നൊരു സാഹചര്യമാണ് വരുന്നതെങ്കിൽ നമ്മൾ ചിന്തിച്ച് നോക്കണം എവിടെയാണ് നമുക്ക് ചിലവ് കൂടിയത്. ഇപ്പോൾ അധികമായിട്ട് എന്തെങ്കിലും അനാവശ്യ ചിലവുകളുണ്ടോ? അത് ഒഴിവാക്കുക. വേറെ എന്തെങ്കിലുമൊക്കെ ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടോ? അതൊക്കെ ഒഴിവാക്കുക. ഒഴിവാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? അവശ്യ വസ്തുക്കൾ, അനാവശ്യ വസ്തുക്കൾ, അത്യാവശ്യ വസ്തുക്കൾ എന്നിങ്ങനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് നമുക്ക് ഏറ്റവും വേണ്ടുന്ന കാര്യങ്ങൾക്ക് നമ്മൾ എമൗണ്ട് മാറ്റുക. അത്യാവശ്യം, അതാണ് നമ്മൾ പറയുന്നത് അത്യാവശ്യം. അനാവശ്യമായതിന് നമ്മൾ ഒഴിവാക്കുക പരമാവധി. അപ്പോൾ ചിലർ ദുശീലങ്ങളുള്ളവരുണ്ടാവും. ആ ദുശീലമൊക്കെ ഒന്ന് മാറ്റാൻ നമുക്ക് പറയാൻ കഴിയില്ല. കാരണം പലർക്കും പല മൈൻഡായിരിക്കും. അത് പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമുക്കത് കുറയ്ക്കാൻ കഴിയണം. അങ്ങനെ നമ്മൾ നോക്കി വരുമ്പോൾ ഒരു മാസത്തിൽ നമുക്ക് എത്ര രൂപ മിച്ചം പിടിക്കാൻ കഴിയും എന്നുള്ളത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കണം. ഇതിനൊരു ഇക്വേഷൻ ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ വീടുകളിലുള്ള വരവിൻ്റെയും ചിലവിൻ്റെയും കണക്ക് എഴുതിയ ശേഷം ഏതാണോ കൂടുതൽ അതിൽ നിന്ന് കുറയ്ക്കുക, കുറവുള്ളത് ചെയ്തു നോക്കുക. അതായത് വരവിൽ നിന്നും ചിലവ് കുറച്ച് നോക്കുമ്പോൾ നമുക്ക് എന്തറിയാൻ കഴിയും? വരവിനേക്കാൾ ചിലവ് കൂടിയിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടോ എന്നുള്ള അറിയാൻ പറ്റും. അങ്ങനെ കൂടിയിട്ടുണ്ടെങ്കിൽ, വരവിനേക്കാൾ ചിലവ് കൂടിയിട്ടുണ്ടെങ്കിൽ നമുക്കത് കടം വാങ്ങിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിപ്പെട്ടു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി അതല്ല, വരവിനേക്കാൾ ചിലവ് കുറഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് മിച്ചം പിടിക്കാൻ കഴിയും, അല്ലെങ്കിൽ നമുക്ക് സാധിച്ചിട്ടുണ്ട്, സേവിങ്സ് ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. തീരുന്നില്ല. വരവും ചിലവും നമ്മൾ നോക്കി ഏകദേശം തുല്യമായിട്ടാണ് വരുന്നതെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം എന്താണ് നമ്മൾ ഈ കണക്ക് നമ്മളോട് പറഞ്ഞു തരുന്നത്. നമ്മുടെ വീട്ടിൽ നമ്മൾ കണക്കിട്ടപ്പോൾ ഒരു മാസത്തെ ചിലവുകൾ ഇട്ടപ്പോൾ വരവും ചിലവും തുല്യമായിട്ട് വന്നു. ഇതാണ് നമ്മൾ മനസ്സിലാക്കുക. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയാമോ? നമ്മൾ ഒന്നുകൂടി സൂക്ഷിച്ചാൽ, ഇതൊന്നുകൂടി പുനഃപരിശോധന നടത്തി നമ്മൾ സൂക്ഷിച്ചുകൊണ്ട് കൃത്യമായ ഒന്ന് കണക്കുകൾ തയ്യാറാക്കി അതനുസരിച്ച് ചിലവാക്കിയാൽ നമുക്ക് സേവിങ്സ് ഉണ്ടാക്കാൻ സാധിക്കും. അതല്ല എങ്കിൽ നമുക്ക് കടബാധ്യത വരും, ബാധ്യത ഉണ്ടാകും എന്നുള്ളതാണ് ഈ പറയുന്നത്. ഓക്കെ, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിൽ നമുക്ക് പറയാം സേവിങ്സിനെ പറ്റി പോലെ സേവിങ്സ് ഹാബിറ്റുകൾ അതെങ്ങനെ ചെയ്യാം. അതുപോലെ തന്നെ പെട്ടെന്നുള്ള എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാൻ നമുക്ക് ഇൻഷുറൻസ് ഉണ്ട്. അത് ഏതൊക്കെയാണ്, എന്തൊക്കെയാണ്, എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് ടോപ്പിക്കുകൾ പറയാം. ഇവിടെ നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുന്നത് കൃത്യമായ ലഘുവായ സാമ്പത്തിക ആസൂത്രണം കൊണ്ട് ജീവിതത്തിൽ എന്ത് ചെയ്യാൻ കഴിയും? നമുക്ക് അല്ലലുകളില്ലാതെ അനായാസമായി മുന്നോട്ട് കൊണ്ടുപോകുവാനും സാമ്പത്തിക ആസ്തികൾ കെട്ടിപ്പടുക്കുവാനും സാധിക്കും. ഇവിടെ ഞാൻ ഒന്നുകൂടി പറയുകയാണ്, ഇന്നത്തെ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായി, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഓർത്ത് വെക്കുക. നമ്മുടെ ചെലവുകളും വരവുകളും നമ്മൾ കൃത്യമായി അറിഞ്ഞിരിക്കണം, എഴുതി വെക്കണം. നമ്മുടെ വരവ് എത്രയാണോ അതിൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ചെലവാക്കി മിച്ചം പിടിക്കാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കണമെന്ന് മാത്രം അറിയിക്കുന്നു. താങ്ക് യു. ഇന്നത്തെ നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റായി രേഖപ്പെടുത്താം. താങ്ക് യു.